കാരണം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഈ ഒരു ഗേജ് എന്ന് പറയുന്നത് ഗ്യാസ് സിലിണ്ടറുകൾ നമ്മുടെ വീടിന്റെ വെളിയിൽ അല്ലെങ്കിൽ വീടുകളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും വീടിന്റെ അകത്ത് വെക്കാതെ വീടിന്റെ വെളിയിൽ വെക്കാൻ പറ്റിയ ഒരു ഗ്യാസ് ഗേജ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡോറെ തന്നെയാണ് സിലിണ്ടർ വെക്കുന്നത്. നമുക്ക് സിലിണ്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോർ ക്ലോസ് ചെയ്താൽ മതി, നമുക്ക് അവിടെ കയറ്റി വെക്കേണ്ട കാര്യമില്ല. രണ്ടെണ്ണം ഒരേ ടൈമിൽ രണ്ടെണ്ണം നമുക്ക് വെക്കാൻ പറ്റും. ഈ ഗ്യാസ് ഗേജ് ഇപ്പം ഓർഡർ വന്നതാണ്. അപ്പം ഇതിന്റെ മേളിൽ റൂഫിംഗ് ഷീറ്റ് വരും, നമ്മൾ തന്നെയാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത്. ആങ്കർ ബോൾട്ട് 4 ബാക്കിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ഗ്യാരണ്ടി ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്യാസ് ഗേജ്. ഇതിപ്പോൾ നമുക്ക് ഓർഡറാണ്. അതിനോടനുബന്ധിച്ച് തന്നെ നമ്മളൊരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ചെയ്താണിത്. ഇത് 1000 ലിറ്റർ വാട്ടർ ടാങ്ക് വെക്കാനായിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് സ്റ്റാൻഡാണ്. 5x4 എന്ന അളവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 7 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ പെയിൻറ്റിങ് വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ പോയി പിടിപ്പിക്കുന്ന വീഡിയോ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ആണ്. അപ്പോൾ ഗ്യാസ് ഗേജ് നമ്മളിപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ ഒരു ഓർഡറായിരുന്നു. അത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഗേജ് മാത്രമല്ല, വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡും നമ്മൾ മേളിൽ കയറ്റി എല്ലാം നല്ല ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് ഗേജ് ഒരെണ്ണമല്ല 2 എണ്ണമായിരുന്നു ഈ വീട്ടിലോട്ട് നമുക്ക് ഓർഡർ വന്നിരുന്നത്. 2 ഗ്യാസ് ഗേജും പൂർണ്ണമായിട്ടും നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്ത് എക്സ്ട്രാ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമുക്ക് നെറ്റൊക്കെ വെച്ച് അല്പം കൂടെ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. ആരും കൈ കയറ്റി റെഗുലേറ്റർ യൂസ് ചെയ്യാതിരിക്കാനായിട്ടാണ് കസ്റ്റമർ ആവശ്യപ്രകാരമാണ്. അപ്പം നമ്മുടെ ഈ വീടിൻ്റെ 1000 ലിറ്റർ വെക്കാനായിട്ട് ഒരു ടാങ്കും എല്ലാം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2 കോട്ട് പെയിൻറ്റും എല്ലാം നല്ല വൃത്തിയായി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ വീട്ടിൽ നമുക്ക് കുറച്ചുകൂടെ വർക്കുകൾ ബാക്കിയുണ്ട്. കുറച്ചുകൂടെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയർ കേസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ലാൻഡിങ്ങും 10 ലെഫ്റ്റും അങ്ങോട്ട് എൻട്രൻസുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റെപ്പുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളൊക്കെ ഏകദേശം നമുക്ക് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി സെറ്റിംഗ് ആണ് വരുന്നത്. രണ്ട് ഇതാണ് സ്റ്റെപ്പ് വരുന്നത്. ഏകദേശം 3 അടിയോളം നീളമുള്ള സ്റ്റെപ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതെല്ലാം ആവശ്യമുള്ള സ്റ്റെപ്പ്. ഇനിയിപ്പം എല്ലാം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് പെയിൻ്റ് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കയറ്റിയിട്ട് സെക്കൻഡ് കോട്ട് ഒരു കോട്ടോടെ പെയിൻ്റ് അടിക്കും. അപ്പം നമ്മുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ വർക്ക് കൂടെ ഫിനിഷിംഗ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. നമ്മുടെ പുതിയ വർക്കുകളെ പറ്റിയൊക്കെ അപ്ഡേഷനുകളൊക്കെ ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വർക്കുകളൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അരുണിമ എഞ്ചിനീയറിംഗ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര്. കോട്ടയത്താണ്. കേരളത്തിൽ ഇവിടെ മാന്യമായ നിരക്കിൽ മെറ്റൽ ഫാബ്രിക്കേഷൻ്റെ എല്ലാ വർക്കുകളും ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. താങ്ക് യു.